കോഴിക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ട്, അതിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കാറുണ്ട്. അത് പെട്ടെന്ന് വളർച്ച കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ രോഗമില്ലാതിരിക്കാൻ വേണ്ടി. പക്ഷേ കോഴിക്കാരും ഹോർമോൺ കൊടുത്ത് അതിനെ വലുതാക്കാറില്ല. കോഴിക്ക് ഹോർമോൺ കൊടുത്ത് വലുതാക്കിയാൽ നിങ്ങളുടെ 1 കിലോ ചിക്കന് 2000 രൂപയായിരിക്കും. 120 രൂപയ്ക്ക് ചിക്കൻ കിട്ടില്ല, 2000 രൂപ മിനിമം വേണം കോഴി 1 കിലോ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരം ആരും ചെയ്യില്ല. അപ്പോൾ ഹോർമോൺ കൊടുത്തിട്ട് കോഴി ആരും വളർത്തൂല. ഇനി അഥവാ ഹോർമോൺ കൊടുത്താൽ, ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീനല്ലേ, അങ്ങനത്തെ പ്രോട്ടീൻ ഒരു സ്മോൾ മോളിക്യൂൾ, അത് നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ ഹോർമോൺ കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഹോർമോൺ എന്ത് ഹോർമോൺ ആയാലും വായിലൂടെ കഴിച്ചാൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ ബേസിക്കലി പെപ്റ്റൈഡ്സ് ആണ്. നമ്മുടെ പെപ്റ്റിഡൈസസ്, പ്രോട്ടിയേസസ് എന്ന് പറഞ്ഞ എൻസൈംസ് അതിനെ ദഹിപ്പിച്ചിട്ട് അമിനോ ആസിഡായിട്ട് നമുക്ക് ശരീരത്തിൽ കയറി നമുക്ക് ശക്തി തരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹോർമോണിനെ കുറിച്ച് ആരും പേടിക്കേണ്ട എന്നുള്ളതാണ്. ആൻറ്റിബയോട്ടിക്കും മറ്റ് ന്യൂട്രിയൻസും ഇതൊക്കെ കൊടുക്കാറുണ്ട് കോഴി കുഞ്ഞുങ്ങൾക്ക്. അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വളർച്ചയ്ക്കും അത് ചാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇറച്ചി കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അതിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് ചാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ മഞ്ഞൾ നമ്മൾ പറയുന്ന ഈ കൊട്ടയൊഴിക്കുന്ന യാതൊരു സാധനം തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത് അത് സൊല്യൂബിൾ അല്ല, വെള്ളത്തിൽ സൊല്യൂബിൾ. നമ്മുടെ ബോഡി ഫ്ലൂയിഡ് വെള്ളമാണ്. മെയിൻലി ബ്ലഡ് എന്ന് പറഞ്ഞാൽ 96% 97% വെള്ളമാണ്. അതിൽ സൊല്യൂബിൾ അല്ല ഈ സാധനം. അപ്പോൾ ഇത് അബ്സോർപ്ഷൻ ഒന്നുമില്ല. അബ്സോർപ്ഷൻ ആസ് യു റൈറ്റ്ലി പോയിൻറ്റഡ് ഔട്ട്, ദർ ഈസ് നോ അബ്സോർപ്ഷൻ. കഴിച്ചാൽ അതുപോലെ പുറത്തേക്ക് പോകും എന്ന് മാത്രം. ഇത് ഫാറ്റ് സൊല്യൂബിളാണ്. അതായത് ഓയിലൊക്കെ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എണ്ണയൊക്കെ വെച്ചാൽ അതിൽ നല്ല മഞ്ഞ കളർ ഉണ്ടാവും. അങ്ങനെ ഫാറ്റ് സൊല്യൂബിൾ ആയതുകൊണ്ടാണ്. അത് ഹൈഡ്രോഫോബിക് മെറ്റീരിയലാണ്. വെള്ളത്തിന് ഇഷ്ടപ്പെടാതെ, വെള്ളത്തിനെ വെറുക്കുന്ന മെറ്റീരിയൽ എന്നാണ് പറയുക. ഓയിലിനെ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ. അപ്പോൾ ഓയിലിൽ ലയിക്കും. അപ്പോൾ നമ്മുടെ ഫാറ്റ് ടിഷ്യൂസിലൊക്കെ ചിലപ്പോൾ പുരട്ടിയാൽ ചിലപ്പോൾ കുറച്ച് അബ്സോർപ്ഷനൊക്കെ ഉണ്ടാവും, ഫാറ്റ് സ്കിന്നിലൂടെയൊക്കെ. പക്ഷേ അതിന് യാതൊരു പ്രോപ്പർട്ടി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരുപാട് പേപ്പേഴ്സൊക്കെ വരും, പക്ഷേ ഒന്നും ഒരു പ്രോപ്പറായിട്ട് ഒരു തെളിവില്ല എന്നുള്ളതാണ്. എനിക്ക് ഫൈബ്രോയിഡ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറിനെ പോയി കാണിച്ചപ്പോൾ ഷീ സെഡ് ദാറ്റ് ലൈക്ക് 18 to എന്ന് വെച്ചാൽ ഈ ഒരു ടീനേജ് തൊട്ടുള്ള ഒരു ഏജിലുള്ള പെൺകുട്ടികൾക്ക് മെയിനായിട്ട് ഈ ചിക്കൻ കഴിക്കുമ്പോൾ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടാകുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിക്കനിലൂടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ഹോർമോൺസ് കുഴപ്പമില്ല, അപ്പോൾ എന്താണ് ആ ചിക്കനിൽ നമ്മൾ കഴിക്കുമ്പോൾ എന്താണ് കുഴപ്പമുണ്ടാകുന്നത്, എന്ത് കെമിക്കലാണ്? ഇത് നേരത്തെ ഞാൻ മാഷന്മാരെ പറഞ്ഞാൽ വിവരമില്ലാത്ത ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. ഈ നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിഷ് കഴിക്കുമ്പോൾ ചിക്കനായിട്ടല്ല നമ്മുടെ ശരീരത്തിൽ കയറുന്നത് അല്ലേ. നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ ചിക്കനിൽ മെയിൻലി നമ്മൾക്കുള്ളത് ഫാറ്റും മെയിനുള്ള പ്രോട്ടീനാണ്, പ്രോട്ടീൻ സോഴ്സാണ്, പിന്നെ കുറച്ച് ഫാറ്റും. നമ്മൾ ശരീരത്തിൽ ഇവിടെ നിന്ന് മുതൽ ഇവിടെ എത്തുമ്പോഴേക്ക് അതിന് ഒരുപാട് പ്രോസസ്സ് നടക്കും. ഒന്നാമത് ടാലിൻ മുതൽ കുറേ എൻസൈംസ്, പ്രോട്ടിയേസസ്, അതായത് പ്രോട്ടീനെ കട്ട് ചെയ്യുന്ന എൻസൈംസുകളാണ്. അതിനെ കട്ട് ചെയ്ത് അമിനോ ആസിഡുകളാക്കി. പ്രോട്ടീൻ ഉണ്ടാക്കിയത് 20 അമിനോ ആസിഡുകളുകൊണ്ടാണ്. ആ 20 അമിനോ ആസിഡ് മാത്രമേ നമ്മൾ അബ്സോർബ് ചെയ്യുള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ അമിനോ ആസിഡിനെ അബ്സോർബ് ചെയ്യാൻ അതിനായ ട്രാൻസ്പോർട്ട് ഉണ്ട്. ആ സുഷിരങ്ങൾ പേരിൽ പറഞ്ഞ അതേ ഇതാണ് ഇവിടെയും. ഇപ്പോൾ ഗ്ലൂട്ടമേറ്റ് ട്രാൻസ്പോർട്ട്, ഗ്ലൂട്ടാമിക് ആസിഡ് മാത്രമേ ട്രാൻസ്പോർട്ട് ഉള്ളൂ. സെറിൻ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സെറിൻ എന്ന് പറയുന്നൊരു അമിനോ ആസിഡ് മാത്രമാണ് ട്രാൻസ്പോർട്ട്. അതിലൂടെ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അമിനോ ആസിഡായിട്ടാണ്, പ്രോട്ടീനായിട്ടല്ല, ചിക്കനായിട്ടല്ലേ അല്ല. അപ്പോൾ ചിക്കൻ കഴിച്ചില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സ് കഴിക്കണം. ഡോക്ടർ വിവരമില്ലാതെ ഡോക്ടർ പറഞ്ഞ് വിശ്വസിച്ചാൽ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ഈസ് പ്രോട്ടീൻ ഡെഫിഷ്യൻറ്റ്. അപ്പോൾ പ്രോട്ടീൻ നമ്മൾ കഴിക്കണം. നമ്മൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 1 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ അറ്റ്ലീസ്റ്റ് 1.2 grams ഓഫ് പ്രോട്ടീൻ പെർ ഡേ കഴിക്കണം എന്നുള്ളതാണ്. എന്നാലേ നമ്മുടെ ഇതൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ അതിൽ കഴമ്പില്ല എന്നുള്ളതാണ്. മറ്റൊന്നും അതിലുണ്ടാവാൻ ചാൻസ് ഇല്ല.